ഹായ് ഫ്രണ്ട്സ്, നമ്മൾ എയുടെ ഗോൾഡ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതലേ നമ്മുടെ സ്റ്റുഡൻസ് നേരിടുന്ന ഒരു പ്രശ്നമായിരുന്നു. പലർക്കും ബേസിക്സ് പലതും അറിയത്തില്ല. നമ്മുടെ സിലബസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പല സ്ട്രക്ചറൽ സബ്ജക്ട്സും സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ സിലബസിൽ ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ബേസ് അറിയാതാണ് പലരും എക്സാമിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡ് ബാച്ചിൽ പേഴ്സണലി ഓരോരുത്തരും മെൻറ്റർഷിപ്പ് കൊടുക്കുന്ന സമയത്തും ഈ ഒരു ബേസിക്സ് അറിയാത്തതിൻ്റെ ബുദ്ധിമുട്ട് വളരെയധികം നമ്മൾ ഫേസ് ചെയ്ത് വന്നിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഫൗണ്ടേഷൻ കോഴ്സ് എന്നൊരു ഐഡിയ മുന്നോട്ട് കൊണ്ടുവരുന്നത്. അതായത് നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സിലബസ് വിട്ട് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് തൊട്ട് തന്നെ ഓരോ ഉദ്യോഗാർത്ഥികൾക്കും സ്ട്രോങ് ആക്കി കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് എൻ്റെ നേതൃത്വത്തിലുള്ള ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫൗണ്ടേഷൻ ബാച്ചിൻ്റെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്ര വേഗം ഫില്ലാവുന്നു. വിത്തിൻ 1 മന്തിന് താഴെ ഒരു സമയം കൊണ്ട് തന്നെ 30 സീറ്റും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ബാച്ച് ജൂലൈ 21 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് ബാച്ച് 30 സ്റ്റുഡൻസിൽ നമ്മൾ ഒതുക്കി നിർത്തിയതിൻ്റെ കാരണം തന്നെ നമുക്ക് ഇൻഡിവിജ്വലി ഓരോ സ്റ്റുഡൻസിനും അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന ക്ലാസ് തുടങ്ങി ആദ്യത്തെ ലൈവ് പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ലൈവിൽ തന്നെ നമുക്ക് സ്റ്റുഡൻസിൻ്റെ ഫീഡ്ബാക്ക് എടുക്കുമ്പോഴത്തേക്ക് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് ആണ്. കാര്യം പലരും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാതെ സബ്ജക്ട്സ് പഠിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എക്സാം ഹാളിലും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴും നേരിട്ട് കൊണ്ട് ഇരിക്കുകയാണ്. അതുമാത്രമല്ല ഓരോ എക്സാംസും നമുക്ക് PSC വലിയ ഗ്യാപ്പ് ഇല്ലാതെ നടത്തി കൊണ്ടുവന്ന ഒരു പ്രവണത കഴിഞ്ഞ വർഷവും കണ്ടതാണ്. ഇനിയും നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ഓരോ എക്സാമിനും സെപ്പറേറ്റ്ലി അപ്പോൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തില്ല. സോ ഓൾ ഇൻ ഓൾ ആയിട്ട് നമ്മൾ എല്ലാ സബ്ജക്ട്സിനെയും പല എക്സാമിൻ്റെ വ്യൂവിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ ഒരു കോഴ്സിലൂടെ ചെയ്യുന്നത്. സോ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ സെക്കൻഡ് ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്കും നിങ്ങളുടെ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി എക്സാംസിന് ഫേസ് ചെയ്യാനായിട്ട് സീരിയസ്ലി നമ്മളൊരു 2 വർഷം ഇതിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ കൺസെപ്റ്റ് സ്ട്രോങ് ആക്കി ഏതൊരു എക്സാമും നമുക്ക് ഈസിയായി ഫേസ് ചെയ്ത് സർക്കാർ ജോലി എന്ന സ്വപ്നം നേടിയെടുക്കാൻ സാധിക്കും. സോ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായി താഴെയുള്ള ഫോം ഫിൽ ചെയ്യും.